പറയിവറ്റ പന്തിരികുലത്തിലെ പാക്കനാർക്ക് കിട്ടിയ വരം പോലെയാണ് കഴിഞ്ഞ 60 വർഷമായി കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ. ഇടം കാലിലെ മന്ത് വലം കാലിലേക്ക് മാറുന്നത് പോലെ ഇടതും വലതും മാറി മാറി ഭരിച്ച് കേരളത്തെ മുച്ചൂടും മുടിച്ചു. ഇതിൽ നിന്ന് വിമോചനം വാഗ്ദാനം ചെയ്താണ് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ അനന്തപുരം മുതൽ അനന്തപുരി വരെ വിമോചന യാത്ര നടത്തിയത്. അന്നവും വെള്ളവും മണ്ണും തൊഴിലും തുല്യനീതിയും നിഷേധിക്കപ്പെട്ട് അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരുടെ ശബ്ദമായി വിമോചന യാത്ര മാറി. വാക്കുപാലിക്കാത്തവന്റെ രാഷ്ട്രീയം കണ്ടുപിടുത്ത മലയാളിക്ക് പുത്തൻ അനുഭവമായിരുന്നു വിമോചന നായകൻ കുമ്മനം നയിച്ച ജാഥ. കടന്നുപോയ വഴികളിലെല്ലാം അവശരുടെയും ആർത്തരുടെയും കണ്ണീരൊപ്പി അവർക്ക് കൈത്താങ്ങായി മാറി വിമോചന യാത്ര എന്ന പേര് അന്വർത്ഥമാക്കി. വേദാശ്വത്തിന്റെ ധമിതിലേറും സ്നേഹസനാതന യാത്ര, സ്നേഹസനാതന യാത്ര, ഇത് സ്നേഹസനാതന യാത്ര. വിശ്വസമൃദ്ധി വിളംബരമോടെ വില്ലുകുലയ്ക്കും യാത്ര, മാനവ ശാപ വിമോചന യാത്ര, ശാപവിമോചന യാത്ര, മാനവ ശാപ വിമോചന യാത്ര. എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികൾക്ക് സഹായം നൽകി തുടങ്ങിയ ജാഥ കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിലെത്തിയപ്പോൾ അനാഥ മന്ദിരത്തിലെ അന്തേവാസികൾക്ക് അടിസ്ഥാന സൗകര്യം എത്തിച്ചു. ഇരിക്കൂറിലെത്തിയപ്പോൾ സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ആവശ്യമായ കസേരകളാണ് നൽകിയത്. കണ്ണൂരിലെ രഞ്ജിത്തിനും കൽപ്പറ്റയിലെ തങ്കമണിക്കും തൃപ്പൂണിത്തുറയിലെ ബാലചന്ദ്രനും അമൃതലാലിനും കുട്ടനാട്ടിലെ ഷാജനും ഇരവിപുരത്തെ നജീമുദ്ദീനും ഒക്കെയായി ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സാ സഹായം എത്തിക്കാൻ യാത്രക്കിടയായി. കാണം വിൽക്കാതോണമതുണ്ണാൻ കാരണമാവണ യാത്ര, കാണം വിൽക്കാതോണമതുണ്ണാൻ കാരണമാവണ യാത്ര. താമരശ്ശേരിയിലെ ഹംസ മുസ്ലിയാർ, ശനിൻകുമാർ പുതുക്കാട് മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നെതിരെ മത്സരിച്ചതിന് അവർ ബോംബെറിഞ്ഞ് വീട് തകർത്ത പുഷ്പ ഗോപി എന്നിവർക്ക് വീട് വെക്കാനും അമ്പലപ്പുഴയിലെ വിജയമ്മയുടെ മകളുടെ വിവാഹത്തിന് ധനസഹായം നൽകിയും വിമോചന യാത്ര വ്യത്യസ്തമായി. മാലിന്യത്തിൽ നിന്നും വിശപ്പടക്കേണ്ടി വന്ന കുഞ്ഞുങ്ങൾ താമസിക്കുന്ന പേരാവൂരിലെ തിരുവോണപ്പുറം അമ്പലക്കുഴി പണിയ കോളനിയിലായിരുന്നു വിമോചന യാത്രയുടെ ഒരു ദിവസത്തെ ഉച്ചഭക്ഷണം. കോളനിയുടെ ശോച്യാവസ്ഥ കണ്ടറിഞ്ഞ് ജാഥയ്ക്കൊപ്പമുള്ള BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനും എലത്തൂരെ പുരുഷോത്തമനും ആഭരണങ്ങൾ ഊരി നൽകി വിമോചന യാത്രയുടെ മാനുഷിക മുഖത്തിന് സ്വർണ്ണ തിളക്കമേകി. ഇവിടുത്തെ കുട്ടികൾക്ക് സ്വയം തൊഴിലുള്ള പദ്ധതി പ്രഖ്യാപിക്കാനായത് വിമോചന യാത്രയുടെ മുദ്രാവാക്യത്തിന് മാറ്റുകൂട്ടി. നെന്മാറയിലെത്തിയപ്പോൾ കൊല്ലങ്കോട്ട് വാഹനാപകടത്തിൽ മരിച്ച ഹരിദാസിന്റെ പറക്കമുറ്റാത്ത 2 പെൺമക്കളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാനും ജാഥയ്ക്കായി. 15 വർഷമായി സർക്കാർ ഫയലുകളിൽ ഉറങ്ങുന്ന പദ്ധതി ഇനി ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്ന് തിരിച്ചറിഞ്ഞ ഒറ്റപ്പാലത്തെ BJP പ്രവർത്തകർ 4 ലക്ഷം രൂപ മുടക്കി 125 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചത് അവിസ്മരണീയ അനുഭവമായിരുന്നു. അശരണരായ രോഗികൾക്ക് വേണ്ടി ആംബുലൻസ് പുറത്തിറക്കിയാണ് കുന്നമംഗലത്തെ പ്രവർത്തകർ യാത്രയുടെ വരവറിയിച്ചത്. ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും ഇടമില്ലാതെ ദുരിതക്കയത്തിൽ മുങ്ങിത്താഴുന്ന കാഴ്ച ഇടതു വലതു മുന്നണികളുടെ മുഖത്തേറ്റ അടിയാണ്. ഇതിന് പരിഹാരമുണ്ടാക്കാനായത് വിമോചന യാത്ര എന്ന പേര് തന്നെ അന്വർത്ഥമാക്കി. ലയങ്ങൾക്ക് കക്കൂസ് നിർമ്മിച്ചു നൽകുമെന്ന വിമോചന നായകന്റെ വാഗ്ദാനം 4 ദിവസത്തിനുള്ളിൽ നിറവേറ്റി ഇടുക്കിയിലെ പ്രവർത്തകർ വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ലയങ്ങളുടെ മേൽക്കൂര മാറ്റാനും അടുക്കളത്തോട്ടം നിർമ്മിക്കാനുമുള്ള തീരുമാനവുമായി ഇവിടുത്തെ പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നത് പൊതുപ്രവർത്തനത്തിന് തന്നെ മാതൃകയാണ്. ഇടുക്കി നെടുങ്കണ്ടത്തെ ആകാശപ്പറവ അനാഥാലയത്തിനു വേണ്ടി BJP പ്രവർത്തകർ സമാഹരിച്ച തുക ഏറ്റുവാങ്ങാൻ കന്യാസ്ത്രീകളെത്തിയത് അവിസ്മരണീയ അനുഭവമായി. വിമോചന യാത്രയുടെ വരവറിയിച്ച് നാടെങ്ങും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനുമായി ചാത്തന്നൂർ നഗരത്തിൽ നിന്ന് മാത്രം 16 ലോഡ് മാലിന്യമാണ് BJP പ്രവർത്തകർ നീക്കം ചെയ്തത്. അരിപ്പയിലെ ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് 10 ചാക്കരിയും 10,000 രൂപയും എത്തിച്ചാണ് ജാഥ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചത്. മാനവസേവ മാധവസേവയാണെന്ന തിരിച്ചറിവാണ് BJPയെയും വിമോചന നായകനെയും നയിക്കുന്നത്. നിരവധി രാഷ്ട്രീയ ജാഥകൾ കണ്ടുമറന്ന മലയാളി സമൂഹത്തിന് മുന്നിൽ വിമോചന യാത്രയ്ക്ക് നൽകാനുള്ള സന്ദേശവും ഇതുതന്നെയാണ്.